ഹായ്. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്ന ഒരു മെന്റൽ സ്റ്റേജിലല്ലായിരുന്നു. കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് വെച്ചതായിരുന്നല്ലോ. അത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, അവരും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാക്കിയെന്നുള്ളൂ. ഈ ഒരു പ്രശ്നം എൻ്റെ ഫാമിലി ലൈഫിനെ വരെ ബാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനും മറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വരെ ബാധിച്ച ഒരു ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന്റെ മുന്നായിട്ട് എന്നെ തന്നെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ മൈൻഡ് എങ്ങനെയാന്നുള്ളത്. അതായത് ഞാൻ പെട്ടെന്ന് ചെറിയ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് പേടിയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ മരിച്ച വീട്ടിൽ പോവല് വളരെ കുറവാണ്. കാരണം അതെനിക്ക് എന്തോ ഒരു ആങ്സൈറ്റി, എന്തോ ഒരു പ്രശ്നമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റല് വളരെ റെയറസ്റ്റ് ആയിട്ട്, ഒഴിവാക്കാൻ പറ്റാത്ത കേസിൽ മാത്രമേ പോവാറുള്ളൂ എൻ്റെ കാര്യത്തിന്. പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പം ഉമ്മൻ്റെ അവിടെ നിന്നാണെങ്കിൽ പോലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മളവിടെ വേണം. അതുകൊണ്ട് നിന്ന് അതുപോലെ തന്നെ ഇപ്പം മറിയൻ്റെ ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഞാൻ പോകുള്ളൂ. എൻ്റെ കാര്യത്തിന് ഞാൻ പോവാറേ ഇല്ല. അപ്പം ആ ഒരു ടൈം ലാസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടത് നമ്മുടെ ഈ ആക്സിഡന്റ് വീഡിയോ ആണ്. ആ ആക്സിഡന്റ് വീഡിയോ ഇടുന്ന തന്നെ ശരിക്കും 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട വീഡിയോ ആണ്. അതായത് ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച എന്താന്ന് പറഞ്ഞാൽ, ആ ആക്സിഡന്റ് സംഭവിച്ചപ്പം എൻ്റെ മൈൻഡ് ഇങ്ങനെയാണല്ലോ, അതായത് പെട്ടെന്ന് ഈ വലിയ ശബ്ദം ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചിട്ട് അത്ര കട്ടിയുള്ളതല്ല മനസ്സ്, ഇത്തിരി ലോല ഹൃദയന. അപ്പോൾ ആ ടൈമിൽ മറിയം വിളിച്ച് പറഞ്ഞതാണ് നമുക്കൊരു ട്രിപ്പ് പോകാം. നമ്മൾ കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി, കാരണം കുറച്ചായി നമ്മൾ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ പോകാൻ തന്നെ ഓള് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കാനുള്ള വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അവള് വിളിച്ച് നമ്മളത് ഫിക്സ് ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഗോവ വീഡിയോസൊക്കെ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ ഗോവയിൽ പോയി, ഞാനും മറിയം കൂടി പോയി. ഗോവ ഫസ്റ്റ് ടൈം ആട്ടോ മറിയം പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് അവിടെ എത്തി. ഇവിടെ ജസ്റ്റ് അവിടുത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഫസ്റ്റ് ഡേ നമ്മളവിടെ വിഷപ്പൊക്കെ ആയി വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ രാത്രി ഇവിടെ ജസ്റ്റ് അന്ന് നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് റെസ്റ്റ് എടുത്ത്, പക്ഷെ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ പബ്ബിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പബ്ബിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിൽ വന്ന്. അങ്ങനെ 3 ദിവസം അവിടെ തന്നെ, എവിടെയും പോയില്ല. പിന്നെ ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഉറക്കമില്ല. അതായത് ഉറക്കത്തിൽ നെട്ടിണീക്കുക, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണുക, പിന്നെ ആക്സിഡന്റിന്റെ സംഭവങ്ങൾ ഇതാക്കുക, ഭയങ്കര ഡൗണ്, മെന്റലി ഓക്കെ അല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ അവിടത്തെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, റിട്ടേൺ ടിക്കറ്റ് ഇവിടേക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നേരെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് വൈബായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഞാനും മറിയും തമ്മിൽ ഭയങ്കര ഇഷ്യൂ, നല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്യൂ തന്നെ, വലിയൊരു ഇഷ്യൂ തന്നെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിൽ നീ വാ തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ പോന്നു അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ അല്ല, ഒന്നിനൊരു ഡെയിലി റുട്ടീൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് വീഡിയോ ആണല്ലോ ഇപ്പം നമ്മുടെ മെയിൻ റിസോർട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സ്റ്റോപ്പായി. അപ്പം ഇതാണ് മെയിൻ ആശ്രയം. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ നൈറ്റ് ഓരോ സ്വപ്നങ്ങൾ കാണുക, പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാതിരിക്കുക, സോഷ്യലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഒക്കെ ആയപ്പം ഞങ്ങൾ പിന്നെ ആങ്കർ ഇഷ്യൂ വരിക, കംപ്ലീറ്റ്ലി എല്ലാം മടുത്തൊരു അവസ്ഥ കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ എല്ലാ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കിടയിൽ ഉണ്ടാവലേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് റോഷൻ ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് വേറെ തന്നെ രീതിയിൽ ബിഹേവിയറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുക. അപ്പം ഞാൻ ആലോചിച്ചത് എന്താ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പം നമ്മൾ രണ്ടാളും ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. കാരണം ഇതേ സാധനം എനിക്ക് റിപ്പീറ്റേഷനിൽ വരിക, ഈ ആക്സിഡന്റിന്റെ സംഭവങ്ങള്. സഡൻ ആയിട്ട് എണീച്ചിട്ട് പേടിച്ചിട്ട് ചിലപ്പോ എന്നെയൊക്കെ കോൾ ചെയ്തിട്ട് വിളിച്ചിട്ട് പറയും ഞാൻ ഇങ്ങനെ ഇത് കണ്ടു. അത് ഞാനെന്തെങ്കിലും പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ റാഷിനെ ഇങ്ങനെ വിളിക്കും. റാഷി അപ്പുറത്തെ റൂമിലാണല്ലോ, അപ്പം റാഷിനൊക്കെ വിളിക്കുക, പേടിയാവാ, വല്ലാത്തൊരു പേടിയൊക്കെ വരിക. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആയപ്പോ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചില്ലേ. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, അങ്ങനെ നമ്മുടെ ഡോക്ടറാണ് പറഞ്ഞത് PTSD അല്ലെ, അതായത് PTSD ആണല്ലോ. അതെ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് ഇങ്ങനെ കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഷോക്ക് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പൊ അത് മൂലമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ നമ്മൾ ഇതിനെ പറ്റി ഒട്ടും അവെയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ചിന്തിക്കുന്ന പോലും ഇല്ല. നോർമലി ഇതിനെ കുറിച്ച് വേറെ ചിന്തിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് പേടിയുള്ള ഒരാളാണ് ഞാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡി ആവുമെന്ന് നമ്മൾ വിചാരിച്ചു. അതായത് 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങനെ നോർമൽ ആവുമെന്ന് വിചാരിച്ച്, പക്ഷെ ആവുന്നില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ അതിന്റെ ഒരു കാരണം. ഇതിന്റെ റിലേറ്റ് കുറെ കാരണങ്ങളുണ്ട് അല്ലെ. ഇതിന്റെ 3 മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് നിനക്കുണ്ടായ കാര്യങ്ങള് ലാക്ക് ഓഫ് സ്ലീപ്പ്, ഫ്ലാഷ് ബാക്ക്, ഇടക്കിടക്ക് പെട്ടെന്ന് ആ ഹിറ്റ് ചെയ്ത സാധനം തലയിലേക്ക് വരുന്നത്, പിന്നെ ഡിപ്രഷൻ. ഇത് ചില ആൾക്കാർക്ക് തോന്നും ഒരു ആക്സിഡന്റ് അല്ലെന്നൊക്കെ തോന്നും, പക്ഷെ ചില ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇത് പ്രവർത്തിക്കും, ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് ട്രിഗർ ആയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അനുഭവിക്കുന്ന ആൾക്കാർ, അതായത് റോഷനെ ഞാൻ കൂടുതൽ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് റോഷൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ റോഷൻ അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി കാണുന്ന ഒരാളാണ്. അതായത് ആക്സിഡന്റിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്. അതെ. അപ്പം ഡെയിലി എന്ന് പറഞ്ഞ കാണുന്ന ഒരാളെ ഞാൻ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാല് 1.5 മാസത്തിന് ശേഷമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട്, അതായത് അവോയ്ഡ് ചെയ്യുന്ന ഞാൻ ആ സിറ്റുവേഷന്, പിന്നെ ആക്സിഡന്റിന്റെ ട്രോമ ഉള്ളിലുള്ളത് കൊണ്ട് അയാൾ അവോയ്ഡ് ചെയ്യുന്ന ആളുടെ കോളൊന്നും എടുക്കാണ്ടിരിക്കുക. ഇത് ചിലപ്പോ കാണുന്ന സിറ്റുവേഷന് അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ. കാരണം എനിക്ക് അത് പിന്നെ ആലോചിക്കണ്ട, ആ ഒരു സിറ്റുവേഷൻ പിന്നെ ആലോചിക്കണ്ട എന്നുള്ള ഒരു ഇതില് ഞാനത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഡ്രൈവ്, പിന്നെ അവന് ഡ്രൈവ് ചെയ്തത് 1.5 മാസത്തിന് ശേഷമാണ് അവൻ കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതൽ ടൈമും കാറിലായിരിക്കും കുറെ ടൈം സ്പെൻഡ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിനെക്കാട്ടി ഞാൻ കാറിലായിരിക്കും ഉണ്ടാവുക. എൻ്റെ റൂം പോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടാവലുണ്ട്. അതേപോലെ തന്നെ ഈ ഷാവുലിനായിക്കോട്ടെ, അവനൊരു പ്രശ്നമില്ല കേട്ടോ, അവൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പറ്റണമെന്നില്ല, ചില ആൾക്കാർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെ മടുത്തൊരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയാണ്. അത് കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അപ്പം ഇതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിചാരിച്ച്, അതായത് എൻ്റെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാവൽ, ഞാനൊരു ട്രാവലറാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ അങ്ങനെ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ട്രാവൽ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ശരണ്യന്റെ മാരേജ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കല്യാണത്തിന് 1-2 ദിവസമൊക്കെ, അതും ചില കല്യാണത്തിന്, മോസ്റ്റ്ലി കല്യാണത്തിന് അധികം പോവാറില്ല. അതെ, കല്യാണത്തിന് അധികം പോവാറില്ല. പക്ഷെ ഇതെന്തായാലും പോവേണ്ടതാണ്. പക്ഷെ ഇത്ര ദിവസം ശരണ്യന്റെ കല്യാണത്തിന് ഞാൻ 4 ദിവസം കംപ്ലീറ്റ്, അതായത് അവിടെ എത്തിക്കഴിഞ്ഞാല് ഞങ്ങള് അവിടെ ചെമ്പ് കഴുകുമ്പോഴേ ഞാൻ അവിടെ നിന്ന് പോരാറുള്ളൂ. ഞാനും കാർത്തിയും ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഫുൾ ആക്റ്റീവായിട്ട് ഫുൾ ഡേയ്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അതിന് നന്നായിട്ട് അടിപൊളിയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൂറത്തിലേക്ക് നമുക്കൊരു ട്രിപ്പ് പോകേണ്ട ഒരു ഇത് വന്ന്, അങ്ങനെ ഞങ്ങളുണ്ട്. അത് ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റാന്ന് ആലോചിക്കണം കേട്ടോ. അപ്പൊ സംഭവിച്ചെന്താ പറഞ്ഞത്, അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ 1 സൈഡും റിട്ടേണും ഞാൻ ഫ്ലൈറ്റ് തന്നെ ആക്കി ബുക്ക് ചെയ്ത് കഴിഞ്ഞ്. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കൊച്ചിയിൽ പോയി ഫ്ലൈറ്റ് മിസ്സായി. ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. ശരണ്യന്റെ ആണെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് എടുത്തത് ഗോവ ട്രിപ്പിലൊന്നും ഞങ്ങൾ വീഡിയോ എടുത്ത് നിർത്തി. ഇതൊന്നും വീഡിയോ ഇല്ല. പക്ഷെ ശരണ്യന്റെ ഒക്കെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ പോണേണ്ടതാണെങ്കിലും ഫ്ലൈറ്റ് മിസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ദിവസത്തേക്ക് അത് മാറ്റി യാത്ര. ആലോചിച്ച് നോക്കണം, 35,000 റുപ്യോളം ഫ്ലൈറ്റ് ടിക്കറ്റിന് നമുക്ക് ലോസും വന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ തായ്ലൻഡ് ട്രിപ്പ് നമ്മുടെ മുന്നിലേക്ക് വന്ന്. അങ്ങനെ ഞാനും റാഷിയോ പോയത്. ഇവിടെ കൂട്ടിയില്ല കേട്ടോ, അന്ന് ഇവിടെ പാസ്പോർട്ട് കിട്ടിയില്ല അല്ലേ, അതുകൊണ്ട് ഇവൾക്ക് വരാൻ പറ്റിയില്ല. അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഇത് കഴിഞ്ഞാൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ തായ്ലൻഡിൽ പോയി അടിച്ചു പൊളിച്ചു. കുറെ കാലമായി വിചാരിക്കുന്നത് തായ്ലൻഡിലൊന്ന് പോകണം എന്നല്ലേ. അങ്ങനെ തായ്ലൻഡിൽ പോയി. അപ്പൊ അതിലും കുറെ നമ്മൾ ഹാപ്പി ആണല്ലോ, നമ്മൾ പുതിയ കാര്യങ്ങൾ കാണുന്നു, ഇതാക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അപ്പം കുറെ ഓക്കെ ആവുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് രാത്രിയൊക്കെ ഭയങ്കര പെട്ടെന്ന് നെട്ടി എണീക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്ന് കംപ്ലീറ്റ് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് തായ്ലൻഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. 3 ദിവസം 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും എവിടേക്ക്, സൂറത്തിലേക്ക് നമ്മൾ വീണ്ടും പോയി. അത് 1 സൈഡ് ഫ്ലൈറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ പോയാൽ മതി. ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. കാരണം കണക്ഷൻ ഫ്ലൈറ്റാ, 10 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ പോകാൻ. അതിലൊക്കെ വീഡിയോ ഉണ്ട്. അപ്പം അങ്ങനെ തിരിച്ച് നമ്മൾ റിട്ടേൺ വന്നത് ട്രെയിനിൽ.
അങ്ങനെ നമ്മൾ സൂറത്തുനിന്ന് തിരിച്ചെത്തി അല്ലെ, തിരിച്ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിയിൽ. ആക്സിഡന്റിന് ശേഷം ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല. അവൻ മാക്സിമം ടൈം ഉണ്ടായിരുന്നത് കൊച്ചിയിലായിരുന്നു. ഇത് അതായത് ഈ തായ്ലൻഡും സൂറത്തിന്റെ ഇടയിലായിക്കോട്ടെ, മറ്റെന്താ പറയാ അല്ലാത്ത ആയിക്കോട്ടെ, മോസ്റ്റ്ലി ഞാൻ കൊച്ചിയാണ് എനിക്ക് സത്യം പറഞ്ഞ എന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് പ്ലേസ്. കുറെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ ഉള്ളത്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ അത് എനിക്ക് കൊച്ചിയാണ്. അപ്പം അവിടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് കുറെ നിയാസിന്റെ ഇവരൊക്കെ കൂടെ ഒരു ഫ്ലാറ്റില് കുറെ ടൈം സ്പെൻഡ് ചെയ്തപ്പം ഓക്കെ ഏകദേശം എല്ലാം ഓക്കെ. പിന്നെ നാട്ടിലേക്ക് അവനെ തന്നെ എൻഗേജ്ഡ് ആക്കി വെച്ചു. ഈ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്ത സമയത്ത് അവൻ അവന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ ഷോർട്സ് പറഞ്ഞില്ലേ, കമ്മിറ്റ് ചെയ്ത സാധനങ്ങൾ ഞാൻ ഇതാക്കിയെന്നുള്ളൂ, ബാക്കി മെയിൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് അത് എന്റെ ഡെയിലി റുട്ടീൻ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് ഞാൻ തിരിച്ച് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ കറന്റ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു 90% ഓക്കെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് സാധനമല്ല കേട്ടോ. സത്യം പറഞ്ഞത് മറ്റുള്ളവരെയും അവെയർ ആക്കി കൊടുക്കും. കാരണം ഞാൻ ഇത് അറിയാതെ അതായത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇരുന്നാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം, നമുക്ക് ഇങ്ങനെ ആക്സിഡന്റോ ഇങ്ങനെ എന്തെങ്കിലും ഷോക്ക് ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, നമുക്കൊരു നോർമൽ അല്ലാത്തൊരു സാധനം നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് ഇതിന്റെ എന്താ പ്രശ്നം, സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുള്ളൂ. അതെ, കൂടുതൽ വലിയ പ്രശ്നമുള്ളൂ. ഞങ്ങൾ എത്ര പ്രശ്നം ഉണ്ടായിന്ന് അറിയാം ഇതിന്റെ ഇടയിൽ. ഈ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അടിച്ചു പിരിയുക അങ്ങനെ ഇതാവുള്ളൂ. പക്ഷെ നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലായി, നമ്മൾ അതിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങി. ഇപ്പൊ ഇതേ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ആളും അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കി തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനും ഇത് അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കി തരാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ. അതെ, അതുപോലെ തന്നെ വണ്ടി ഓടിച്ചതും ഇന്നാണ് ഞാൻ വണ്ടി എടുത്തത്. കാരണം ഇന്ന് ഞാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്ന് അറിയില്ല, അവനെ കണ്ട് സംസാരിച്ച് അവന്റെ വണ്ടി തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നു. സോ 90% ഞാൻ ഓക്കെ ആണ്. അപ്പൊ ഇനി ബാക്കിയുള്ള ആ വീഡിയോസ് ഒക്കെ എനിക്ക് ഇട്ട് തുടങ്ങണം, ഇനി വരാം. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ റോഷ വീഡിയോ ഇടാത്ത, നേരിട്ട് ചോദിക്കുന്നത്, കമന്റിൽ ചോദിക്കുന്നത്, അതുപോലെ തന്നെ മറ്റേ ഷോർട്സ് ഇടുമ്പോൾ അതിന്റെ അടിയിലും ചോദിക്കുന്നത് വീഡിയോ ഇട് റോഷ എന്ന് പറയുന്നത്. അപ്പം ഇതറിയിക്കാനും ഈ PTSD എന്താണെന്ന് അറിയിക്കാനും കൂടിയാണ് ഞാൻ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഈവൻ ഇഫ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ആ കല്യാണത്തിന്റെ പരിപാടിയിലാണെങ്കിലൊന്നും കംപ്ലീറ്റ് ഓക്കെ അല്ല, ഞാൻ എന്നെ തന്നെ ഓക്കെയും ഹാപ്പിയും ആക്കിയിട്ട് നിർത്തായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ എവിടെയൊക്കെ കമന്റ് ചെയ്ത ആൾക്കാരും എല്ലാവരോടും നിങ്ങളോടൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചുള്ളവരും ഇത് ഉണ്ടായ ആൾക്കാരെ ഇങ്ങനെ ഒരു സിറ്റുവേഷന് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഇതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ പറയാൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.